അജ്ഞാത വാഹനം ഇടിച്ചാലും ഇപ്പോൾ ധനസഹായം ലഭിക്കും. വാഹനാപകടങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. വാഹനങ്ങളുടെ തകരാറുകൾ കൊണ്ടോ വാഹനം ഉപയോഗിക്കുന്നവരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടോ അപകടങ്ങൾ ഉണ്ടാകുന്നു. വാഹനാപകടം പറ്റിയാൽ അപകടം സംഭവിച്ച വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് കണ്ടുവരുന്നൊരു കാര്യമാണ് വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ച വണ്ടി നിർത്താതെ കടന്നു കളയുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇന്ന് വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്നൊരു സംഭവം ഇതിനുദാഹരണമാണ്. കർണാടകയിലെ ചിത്രദുർഗയിൽ മേൽപ്പാലത്തിൽ കാറിടിച്ച് വലത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരു മലയാളി. സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ച കാർ 2 മാസമായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊച്ചി കലൂരിൽ നടന്ന സംഭവം മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായി അതിൻ്റെ ദൃശ്യങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പുലർച്ചെ ശുചീകരണ തൊഴിലാളിയെ കാർ പിന്നിൽ നിന്ന് ഇടിക്കുകയും ഇടിച്ച വണ്ടിയുടെ ഡ്രൈവർ ആദ്യം പുറത്തിറങ്ങി നോക്കുകയും പിന്നീട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന മട്ടിൽ കാർ പിന്നിലേക്കെടുത്ത് കടന്നു കളഞ്ഞ സംഭവം. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇടിച്ച വാഹനം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. ഇടിച്ച വാഹനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊന്ന് പരിശോധിക്കാം. ഗുരുതരമായ പരിക്കുകൾക്കോ അല്ലെങ്കിൽ മരണത്തിനോ കാരണമായ അപകടമുണ്ടാക്കിയ വാഹനം അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാത്ത കേസുകളെ ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡൻ്റ് ആയാണ് പരിഗണിക്കുക. ഇന്ത്യൻ ശിക്ഷാ നിയമം 1960 വകുപ്പ് 320 അനുസരിച്ചുള്ള ഗുരുതരമായ പരിക്കിനും മരണത്തിനും ഇത് പ്രകാരം ആശ്വാസധനം ലഭിക്കും. എന്നാൽ മറ്റ് വാഹനാപകടങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്കുകൾ ഒന്നും തന്നെ ഇതിൻ്റെ പരിരക്ഷയിൽ വരില്ല. ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡൻറ്റ് എന്ന പദ്ധതി പ്രകാരം വാഹനാപകടത്തിനിരയായി മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും അതുപോലെ ഗുരുതരമായി പരിക്ക് പറ്റുന്നവർക്ക് 50,000 രൂപയുമാണ് ലഭിക്കുക. ഒരു വാഹനാപകടമുണ്ടായാൽ അത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അപകടമുണ്ടാക്കിയ വാഹനത്തിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ വാഹനം കണ്ടെത്താൻ ആവശ്യമായ അന്വേഷണം പോലീസ് നടത്തണമെന്നാണ് വ്യവസ്ഥ. ഇനി അന്വേഷണം നടത്തിയിട്ടും വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ലെങ്കിൽ അത് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡൻറ്റ് കേസായി രേഖപ്പെടുത്തി എന്ന് അപകടത്തിനിരയായവരെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെയോ അറിയിക്കണം. ഈ പദ്ധതി എന്താണെന്നും അവരെ അറിയിക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം ഈ പദ്ധതി നടപ്പാക്കാൻ ജില്ലാതലത്തിൽ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിക്കും ക്ലെയിം സെറ്റിൽമെൻറ്റ് കമ്മീഷണർമാർക്കും അന്വേഷണ റിപ്പോർട്ടും അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടും പോലീസ് നൽകണം. ഇനി നഷ്ടപരിഹാരം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വാഹനാപകടം മൂലം പരിക്ക് പറ്റിയ ആളോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ കുടുംബമോ അപകടമുണ്ടായ ജില്ലയിലെ ക്ലെയിം സെറ്റിൽമെൻറ്റ് കമ്മീഷണർക്ക്, അതായത് ജില്ലാ കളക്ടർക്ക് നിശ്ചിത ഫോറത്തിൻ്റെ അപേക്ഷ നൽകണം. തുടർന്ന് കളക്ടർ ഈ അപേക്ഷ RTOയ്ക്ക് കൈമാറും. RTO അന്വേഷിച്ച് 1 മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് തിരികെ നൽകണം. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ 15 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് അത് ജനറൽ ഇൻഷുറൻസ് കൗൺസിലിന് കൈമാറണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, അപകടം സംഭവിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ക്യാഷ്ലെസ് ചികിത്സ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് കുറച്ച് ബാക്കിയുള്ള തുകയാണ് അനുവദിക്കുക. അഥവാ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണൽ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി നഷ്ടപരിഹാരം പരിക്ക് പറ്റിയ ആൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി വഴി ലഭിക്കുന്ന തുക തിരിച്ചടച്ച് കൊള്ളാമെന്ന് പരിക്ക് പറ്റിയവർ അല്ലെങ്കിൽ മരണമടഞ്ഞവരുടെ കുടുംബം സത്യവാങ്മൂലം നൽകണം. ഇനി അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുക? ഹിറ്റ് ആൻഡ് റൺ മോട്ടോഴ്സ് ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ സ്കീം പ്രകാരം നഷ്ടപരിഹാരം ലഭിച്ചെന്ന് കരുതുക. അതിനുശേഷമാണ് അപകടമുണ്ടാക്കിയ വാഹനം ലഭിക്കുന്നതെങ്കിൽ വാഹന നഷ്ടപരിഹാര ട്രിബ്യൂണലിൽ പരാതി നൽകി ഉയർന്ന നഷ്ടപരിഹാരം നേടാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ലഭിക്കുന്ന തുകയിൽ ഹിറ്റ് ആൻഡ് റൺ പദ്ധതിയിലൂടെ ലഭിച്ച തുക കുറച്ചായിരിക്കും നഷ്ടപരിഹാരം ലഭിക്കുക. അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടതെന്ന് നോക്കാം. പരിക്ക് പറ്റിയവരുടെ അല്ലെങ്കിൽ മരിച്ചയാളുടെ തിരിച്ചറിയൽ കാർഡ്, വിലാസം, ആശുപത്രി ബില്ലുകൾ, അപേക്ഷകന്റെ തിരിച്ചറിയൽ കാർഡ്, ഇഞ്ചുറി റിപ്പോർട്ട്, ചികിത്സാ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പോലീസ് FIRൻ്റെ പകർപ്പ്. ഇനി ഡെത്ത് ക്ലെയിം ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും നൽകണം.